നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ എന്ന മഹാമാരിയെ ഈ ലോകത്ത് നിന്ന് ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിർത്തണമെങ്കിൽ വാക്സിൻ എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ അത്തരമൊരു കർത്തവ്യത്തിലേക്ക് ദ്രുതഗതിയിൽ നീങ്ങുകയാണ്. അതിനാൽ തന്നെ പ്രവാസികൾ ഏവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതും അത് തന്നെയാണ്. പല രാഷ്ട്രങ്ങളും വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും നൽകുമ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾ നിബന്ധനകൾ കടുപ്പിക്കുകയാണ്. ഇപ്പോഴാ അത്തരത്തിലൊരു നിബന്ധനയാണ് സൗദി അറേബ്യ മുന്നോട്ട് വയ്ക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ സൗദിയിൽ എവിടെ പ്രവേശിക്കണമെങ്കിലും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടിവരുമെന്നാണ് റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനം ആഭ്യന്തര മന്ത്രാലയം കൈക്കൊണ്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സൗദിയിൽ ഏതെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങണമെങ്കിൽ തന്നെ വാക്സിനേഷൻ നിർബന്ധമാകും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്നാണ് ആകെ വിലയിരുത്തപ്പെടുന്നത്. ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെയുള്ളവരുമായി കൂടിയാലോചിച്ച ശേഷമാണ് ഇത്തരമൊരു കർശനമായ തീരുമാനത്തിലേക്ക് എത്തിയതെന്നും ആഭ്യന്തര മന്ത്രാലയം വക്താവ് അറിയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ രാജ്യത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും ഈ തീരുമാനം ഒരുപോലെ ബാധകമാണ്. പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാനും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും പ്രവേശിക്കാനും ഓഗസ്റ്റ് 1 മുതൽ വാക്സിൻ സ്വീകരിച്ചു എന്നതിന് തെളിവ് ഹാജരാക്കണം. ഷോപ്പിംഗ് മാളുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, സാംസ്കാരിക വിനോദ കായിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും പ്രവേശിക്കാനും സാംസ്കാരിക കലാസാഹിത്യ പരിപാടികളിൽ സംബന്ധിക്കാനും വാക്സിനേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ രാജ്യത്തെ എല്ലാ സർക്കാർ സ്വകാര്യ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രവേശനം ലഭിക്കണമെങ്കിലും വാക്സിൻ എടുത്തവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ അടുത്ത സെമസ്റ്റർ മുതൽ എല്ലാ അധ്യാപകരും സ്കൂൾ ക്ലാസുകളിൽ തിരികെ എത്തുമെന്നും മന്ത്രാലയ വക്താവ് അറിയിക്കുകയുണ്ടായി. സൗദി അറേബ്യ അംഗീകരിച്ച വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് പൊതുഗതാഗതം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഉപയോഗിക്കാനാവില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. നേരത്തെ രാജ്യത്തെ ജീവനക്കാർക്ക് ജോലി സ്ഥലങ്ങളിൽ പ്രവേശനം അനുവദിക്കണമെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ കോവിഡ് നെഗറ്റീവ് ആണെന്നതിനുള്ള സർട്ടിഫിക്കറ്റോ വേണമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം നേരത്തെ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇവിടങ്ങളിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ 2 ഡോസ് വാക്സിനും സ്വീകരിക്കണമോ, 1 ഡോസ് സ്വീകരിച്ചവർക്ക് പ്രവേശനം ഉണ്ടാകുമോ, വാക്സിൻ സ്വീകരിച്ച് എത്ര ദിവസം കഴിഞ്ഞവർക്കാണ് അനുമതി നൽകുക, കുട്ടികൾ ഉൾപ്പെടെ വാക്സിൻ എടുക്കാൻ അർഹതയില്ലാത്തവരുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം തുടങ്ങിയ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓഗസ്റ്റ് 1 മുതൽ എല്ലാ വിദേശികളും സ്വദേശികളും തവക്കൽന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ നിർബന്ധമാണ്. ആപ്പിലെ വാക്സിനേഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച ശേഷമായിരിക്കും ഓരോ സ്ഥലത്തും പ്രവേശനം അനുവദിക്കുക. അല്ലാത്തവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെടും. മാസ്ക് ധരിക്കലും സാമൂഹിക അകലം പാലിക്കലും കൈകൾ അണുവിമുക്തമാക്കലും അടക്കമുള്ള എല്ലാവിധ കോവിഡ് പ്രോട്ടോകോളുകളും എല്ലാവരും കൃത്യമായി പാലിക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.